പറവൂർ LP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KM സുരേശൻ മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറവൂർ LP സ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തി പ്രദേശങ്ങളിലെ ആയിരങ്ങൾക്ക് അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്ന പറവൂർ ALP സ്കൂളിന്റെ 93-ാം വാർഷികാഘോഷത്തിനൊപ്പമാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സുദീർഘവും സ്തുത്യർഹവുമായ 28 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ KM സുരേശൻ മാസ്റ്റർക്കാണ് യാത്രയയപ്പ് നൽകിയത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും വിവിധ കലാപരിപാടികളും നടന്നു. സമാപന സമ്മേളനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ അയച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ അവർക്ക് സമൂഹത്തിൽ ഉന്നത നിലയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ രക്ഷിതാക്കളും സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ അത് മാറിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം, കേവലം നമ്മുടെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി മുന്നോട്ട് പോവുക എന്നുള്ളതല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. മറിച്ച് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ മറ്റുള്ളവരോട് ബഹുമാനവും അതോടൊപ്പം സ്നേഹവും കാണിക്കണം, എങ്ങനെയുള്ള ഒരു പുതുതലമുറയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പറവൂർ സ്കൂളിൻ്റെ 93-ാമത് വാർഷികാഘോഷവും അതോടൊപ്പം സന്ദേശങ്ങൾ വിവരിക്കുന്ന സുരേഷ് മാസ്റ്റർക്കുള്ള വളരെ സമുചിതമായിട്ടുള്ളൊരു യാത്രയയപ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ പലതരത്തിലുള്ള കലാവാസനകളെയും പരിപോഷിപ്പിക്കുന്നതും അവർക്കാവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് ഇത്തരത്തിലുള്ള സ്കൂൾ വാർഷികാഘോഷങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ P പ്രദീപ് അധ്യക്ഷത വഹിച്ചു. MV ജനാർദ്ദനൻ മാസ്റ്റർ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു ഘട്ടത്തിൽ ഞാൻ 1982 സ്കൂൾ അധ്യാപകരായിട്ട് ചേർന്നപ്പോ അവിടെ മുമ്പോട്ട് 90-91 ആ കാലഘട്ടത്തിൽ 1300 കുട്ടികൾ, 30-ലധികം അധ്യാപകർ. പിന്നീട് എല്ലാവരും വിചാരിച്ചു ഈ സ്കൂളിലെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയാൽ ഉടലോടെ സ്വർഗത്തിലെത്താം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോയി. പിന്നെ കുട്ടികൾ കുറഞ്ഞു, 435 കുട്ടികളായിട്ട് കുറഞ്ഞു. അപ്പൊ പിന്നെ പോയവർക്കെല്ലാം തോന്നി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയാൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കും, ചിലപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട ഇംഗ്ലീഷ് കിട്ടും. മറ്റ് ജീവിതം പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങൾ, ഇതുപോലുള്ള വിദ്യാലയങ്ങൾ തന്നെയാണ് വേണ്ടത് എന്ന തിരിച്ചറിവുണ്ടായതോടുകൂടി രക്ഷിതാക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള വല്ലാത്ത ഈ ഒഴുക്ക് അങ്ങ് നിന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ നോക്കും, കേരളത്തിൽ 3-ാം ക്ലാസ്സിലെത്തി 4-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ജയകൃഷ്ണൻ മാഷ് പറഞ്ഞു, അത്ഭുതകരമായിട്ടാണ് ഈ കുട്ടിക്ക് മാറ്റം വന്നത്. അതാണ് നമ്മുടെ വിദ്യാലയം. അവരുടെ സമീപനത്തിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ ഇതുപോലുള്ള വിദ്യാലയങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. N കാർത്യായണി, ധന്യലക്ഷ്മി, P ജയകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. KM സുരേശൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. M പ്രദീപൻ സ്വാഗതവും വിമല ബാബു നന്ദിയും രേഖപ്പെടുത്തി. നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞൊരു പ്രദേശം തന്നെയായിരുന്നു ഈ പറവൂർ ഗ്രാമം. അതുപോലെ തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് നമ്മുടെ വിദ്യാലയമായിട്ടും അതുപോലെ നാട്ടിലെ കാര്യങ്ങളായാലും തന്നെ നല്ലൊരു സഹകരണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 28 വർഷത്തെ സർവീസാണ് മുഴുവനായിട്ടുള്ളത്. അതിൽ 14 വർഷം ഞാൻ പ്രൈമറി ടീച്ചറായും അതുപോലെ 14 വർഷത്തോളം HM ആയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കുട്ടികളുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാര്യമായ സമയങ്ങളൊന്നും സ്കൂളിൽ ചെലവഴിക്കാറില്ല. പൂർണ്ണമായും 2-ാം ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ ഏത് ക്ലാസ്സിന് ചാർജ് കിട്ടിയാലും
ആ ക്ലാസ്സിന് വേണ്ടിയാണ്, അതുപോലെ കുട്ടികളുടെ അക്ഷരാഭ്യാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുവരെ പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം നിരവധി കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനും അവരെ എഴുതാനും വായിക്കുവാനും കൃത്യമായി ചെയ്തു കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാട്ടുകാരുടെ അതുപോലെ രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം. അതുപോലെ നമ്മുടെ സഹ അധ്യാപകർ വളരെയധികം എൻ്റെ കൂടെ നിൽക്കുകയും എനിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ വിദ്യാലയത്തിന് കലാമേളയിൽ റണ്ണറപ്പ് ആകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കായികമേളയിൽ നല്ല വിജയം കൈവരിക്കാനും അതുപോലെ പ്രവൃത്തി പരിചയ മേളയിൽ നല്ല വിജയം പിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.